നമ്മുടെ ആല വിപണിയിലെ കർഷകർക്ക് വേണ്ടി മറ്റുള്ള കർഷകർക്കും വേണ്ടി കൂടിയാണ്. നമ്മുടെ ശശിചേട്ടനാണെങ്കിൽ ചേന പൂള് വെട്ടുന്നത് എങ്ങനെയാണ്, അതിൻ്റെ കൃഷി രീതികൾ ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് നമുക്ക് എത്ര പൂള് വെട്ടാം ശശിചേട്ടാ? 4 പൂളേ ഞാൻ വെട്ടത്തുള്ളൂ. 4 പൂളേ വെട്ടത്തുള്ളൂ. ഞാൻ ചെയ്യുന്ന ഒരു ദ്രോഹമാണ്. കൈ അത്ര നല്ല രീതിയിലല്ല. എന്നോട് പറഞ്ഞു 100ഓളം പൂള് വെട്ടി കഴിഞ്ഞ് കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഇത് മൊത്തം ഒരു പൂളാണ് അല്ലേ? ഒരു പൂളാണ്. ഇപ്പം നമ്മുടെ ഗ്രൂപ്പിൽ ഇങ്ങനെയുള്ള കാർഷിക ഉൽപ്പന്നങ്ങളൊക്കെ വിൽക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇതിൽ ഒരു 10-15 കിലോ ചേന നാളെ മാവേലിക്കര സലീം സാറിൻ്റെ വീട്ടിലേക്കുള്ളതാണ്. അതും ശശിചേട്ടൻ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കോടുകുളഞ്ഞി കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ പ്രസിഡൻറ്റ് ശശി സാറിനും ചേന വേണമെന്ന് എന്നെ അറിയിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ശശിചേട്ടനോട് അത് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വിപണിയുടെ ആരംഭത്തോടുകൂടി കർഷകർക്ക് ഒരു ഉൽപ്പന്നങ്ങളും വിൽക്കാനായിട്ട് ബുദ്ധിമുട്ടൊന്നും നേരിടുന്നില്ല. ഇനി കൂട്ടാൻ വെക്കാൻ വേണോ സാറിന്? കൂട്ടാൻ വെക്കാനായിട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ കുഴപ്പം വരുന്നില്ല. എന്നാൽ ഇച്ചിരി കൂട്ടാൻ വെക്കാനോട് എടുത്തു. അപ്പം എന്തെങ്കിലും ഒരു പേപ്പർ തരാം. ഞാൻ പേപ്പർ എടുത്തുകൊണ്ട് കൂടി വരാം. ചേന അസ്ത്രമൊക്കെ വെക്കാം അല്ലേ? ചേന അവിയലിൽ വെക്കുവോ? ആ, വെക്കുവോ ഒക്കെ ചെയ്യാം. അത് നമുക്ക് കൂട്ടാൻ വെക്കാം. അത് കൂട്ടാൻ വെക്കാൻ എടുക്കാം. ഇതുപോലെ തന്നെയാണ് ഈ പൂളും. ഇതും പൂളും വെട്ടേണ്ടത്. അതിപ്പോൾ വെട്ടി തരേണ്ടമായിരുന്നു. ഇപ്പം ഞാൻ വെട്ടി വെച്ചിട്ട് പോയി. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ചോദിച്ചു നോക്കാം. ഇപ്പോൾ ഒരു മിനിറ്റ്. നമുക്ക് ഈ ചേന നമുക്ക് കൃഷി ചെയ്യുന്നതിനായിട്ട് എത്ര വീതിയിൽ എത്ര അടിയിലൊക്കെ താഴ്ചയിലൊക്കെ ആയിട്ട് കുഴിയെടുക്കണം പറഞ്ഞാൽ മതി. അതായത് അത് കാണിച്ചു തരണം. ഞാൻ ഇന്ന് കാണിച്ചു. ആ, ഇത്രയും വൃത്തത്തിലാണ് ഞാൻ മണ്ണെടുക്കുന്നത്. മണ്ണെടുത്ത് ഒരു ഇത്രയും താഴ്ച താഴ്ക്കും. എനിക്കൊന്നൊരു 2 സ്ക്വയർ ഫീറ്റ് വരുന്നില്ലേ? ഏകദേശം 2 സ്ക്വയർ ഫീറ്റ്. 2 സ്ക്വയർ ഫീറ്റ് ചുറ്റളവാണ്. 2 സ്ക്വയർ ഫീറ്റ് ചുറ്റളവ് വരുന്നുണ്ട്. ആ ചുറ്റളവിന് അതുപോലെ തന്നെ ഇങ്ങനെ മണ്ണിങ്ങനെ വെട്ടിയെടുക്കും. വെട്ടി താഴോട്ടും പോകണം. 2 സ്ക്വയർ ഫീറ്റ് താഴോട്ടും പോകണം. 2 സ്ക്വയർ ഫീറ്റ് വേണ്ട. അത് ഇതിങ്ങനെ ഓവൽ. ഓക്കെ, മനസ്സിലായി. ഉരുളിയുടെ ഷേപ്പിലാണ് ഇതിങ്ങനെ വരുന്നത്. ഓക്കെ. എന്നിട്ട് അത് അകം നല്ലവണ്ണം കിളച്ച് മണ്ണ് ഇളക്കണം. മണ്ണിളക്കിയതിന് ശേഷം ചേന നടുമ്പോൾ ഞാനൊരു നട്ടിട്ട് വടക്കോട്ട് വേണം പൂള് വെക്കാൻ. വടക്കോട്ട് വേണം പൂളിരിക്കാനായിട്ട്. വടക്കോട്ട് വേണം പൂള് മുറിപ്പാടിരിക്കാൻ. വടക്കോട്ട് വേണം. ഓക്കെ. വടക്കോട്ട് വെച്ചിട്ട് ഇങ്ങനെ നട്ട് കഴിയുമ്പോൾ ഈ വേര് ഇവിടുന്നാണ് വേര് വരുന്നത്. ഈ ഭാഗത്ത് ഈ വേര് നമ്മുടെ മണ്ണിന്റെ മേൽമണ്ണിനകത്ത് കൂടെ ഓടണം. അടിമണ്ണിനകത്ത് കൂടെ വരരുത്. മേൽമണ്ണിനകത്ത് കൂടെ പോത്തക്ക രീതിയിൽ വേണം ഇത് താത്ത് വെക്കാൻ. അപ്പം അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, നമ്മളിപ്പം ഒരു ഏകദേശം 2 അടിയോളം താഴ്ചയിലേക്ക് കുഴിയെടുത്തിട്ട് അതിനകത്ത് എന്താ ഇടേണ്ടത്? അതിനകത്തില് നല്ലവണ്ണം ഇടുകയാണെങ്കിൽ അതിനകത്തില് ഈ കരിയിലും ഒക്കെ ഇട്ട് ഇങ്ങനെ വെച്ചേക്കണം. ഏത് കരിയിലയാ? അതായത് ഈ നട്ടതിന് ശേഷം വെച്ചാൽ മതി കരിയില. അതായത് ചേന ഏറ്റവും താഴെ പോണോ? ചേന ഏറ്റവും താഴെ തടരുത്. അപ്പൊ അതിന് താഴെ മണ്ണി കൂടെ ചെറിയ കുഴികൾ വല്ലതും ഉണ്ട്. ഞാനിപ്പോ കാണിച്ചു തരാം. കാണിക്കാം. നമുക്ക് എടുക്കാം. ഉണ്ട്. ഒരു കുഴി എടുക്കാം. ഉണ്ട്. ഇപ്പൊ എടുക്കാം. ഒരു കുഴി എടുക്കാമെങ്കിൽ ഇപ്പൊ നമ്മൾ കാണിക്കാം. കഴിഞ്ഞിട്ട് വന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ അന്നേരം മനസ്സിലാവും. ഒറ്റ കുഴി എടുക്കാം. ഓക്കെ. ഇതാ കണ്ടോ? ഓക്കെ. ഇനി ഇതിനകത്തിലെ മണ്ണ് ഇത്ര എടുക്കണം അല്ലേ? ആയിക്കോട്ടെ. മണ്ണ് കളച്ച് ആയിക്കോട്ടെ. ഓക്കെ. ഞാനതൊന്ന് ചെയ്തിട്ട് നമുക്ക് ബാക്കി വീഡിയോ പിന്നെ എടുക്കാം. ഇതിൻ്റെ അളവൊക്കെ കണ്ടല്ലോ. എന്തായാലും അങ്ങ് നട്ടേക്കാമെന്ന് കരുതി. വടക്കേതാ? അത് തന്നെ. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിൻ്റെ ഏകദേശം ഏകദേശം അതുപോലെ തന്നെ വരുന്നുണ്ട് അല്ലേ? ഞാൻ എങ്ങനെ കാണിച്ചു അതുപോലെ തന്നെ. ഒരു മാറ്റമില്ല. ഓക്കെ. ഈ ചേനയൊക്കെ നടുമ്പോൾ ഇപ്പം ഇതൊന്നും വേണ്ട. ചേന നടുമ്പം ഈ ഭാഗത്തുണ്ടല്ലോ
ഇച്ചിരി എവിടെ നിന്നെങ്കിലും ഒരു അറക്കപ്പൊടി കൊണ്ടുവച്ചാൽ ഓക്കെ. കൊണ്ടുവച്ചിട്ട് ഈ ചുറ്റുപാടി അറക്കപ്പൊടി അങ്ങോട്ട് ഇടുക. ഇട്ടതിന് ശേഷം ഒരു തണുപ്പ് കിട്ടാൻ. എന്നതിന് ശേഷം ചേനയ്ക്ക് വേണ്ടി ഇതുപോലെ മണ്ണെങ്കിൽ ഞാൻ നല്ലതായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തോളാം, കുഴപ്പമില്ല. ഇപ്പോൾ വെള്ളം ഒഴിക്കുകയേ ചെയ്യരുതില്ലേ? വെള്ളമേ തുടണ്ട. ഇനി മണ്ണിടാൻ പോവാ. ആയിക്കോട്ടെ, മണ്ണിട്ടോ. അപ്പം ചാണകപ്പൊടിയൊക്കെ പുറകിലിട്ടാൽ മതിയല്ലോ. എല്ലാം സാറിൻ്റെ സമയം പോലെ ഇട്ടാണ്. ചാണകപ്പൊടിയും പിന്നെന്താ ഇടണ്ടേ? ചാണകപ്പൊടി, എല്ലുപൊടി. ആദ്യം എല്ലുപൊടിയാണ്. എല്ലുപൊടി എത്ര വേണം? എല്ലുപൊടി ഒരു 2 കൈ എല്ലുപൊടി. 2 കൈ എല്ലുപൊടി. ചാണകപ്പൊടി എന്ന് മാത്രം ഇഷ്ടം പോലെ ഇടാം. ഇഷ്ടം പോലെ ഇടാം. എത്ര വേണം ഇടാം. ഇട്ട് പിന്നെ കിളിച്ച് വരുമ്പം ഇല വരുന്നതിന് മുമ്പ് വെള്ളം ഒഴിക്കുകയോ വേണ്ട. വെള്ളം ഒഴിക്കുക വേണ്ട. ഇനി അടുത്ത മഴ പെയ്യുന്ന ഉടനെ ഇത് കിളിക്കും. ഒരു 15 ദിവസം വരെ ഒരു വെള്ളം ഒഴിക്കണം. ഓക്കെ. അപ്പോൾ ഈ ചാണകപ്പൊടിയും എല്ലുപൊടി എപ്പോൾ ഇടണം? എല്ലുപൊടി ഇപ്പം തന്നെ ഇടണം. ഇപ്പം തന്നെ ഇടണം. ഉണ്ടെങ്കിൽ ഇപ്പം ഇട്ടേക്ക്. നാളെ നട്ടിട്ട് എല്ലാം നട്ടിട്ട് ഒന്നിച്ചിട്ടാൽ മതി. ആയിക്കോട്ടെ. പക്ഷേ ഇതിൻ്റെ മേളിൽ ഉണക്കടിക്കരുത്. ഇതിൻ്റെ മേളിൽ ഉണക്കടിക്കരുത്. അപ്പോൾ വല്ല ഓല വല്ലതും എടുത്ത് വെച്ചാലും ഉണ്ട്. ഓല എടുത്ത് വെക്കാം. ഞാനാണെ കരിയിലേ അങ്ങ് ഇടും. കരിയിൽ ജാതിയുടെ കരിയില കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. കുഴപ്പമൊന്നുമില്ല. കരിയിൽ വേണം. ഇടാം. എന്നിട്ട് ഇതിൻ്റെ മണ്ടയ്ക്ക് കരിയിലെല്ലാം ഇട്ട് പിന്നെ ഈ വളമിട്ടതിന് ശേഷം കരിയിലിടുക. ഓക്കെ. എന്നിട്ട് ഓരോ ഓല ഇട്ട് മഴ പെയ്യുമ്പോഴോ അല്ലെങ്കിൽ 15 ദിവസം കഴിയുമ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ ഇത്രയല്ല നടുന്നുള്ളൂ. ഉള്ളൂ. അപ്പം വെള്ളം തളിച്ചു കൊടുക്കുക. മഴ പെയ്യുന്ന രീതിയിൽ തളിച്ചു കൊടുത്താൽ മതി. അല്ല ഒത്തിരി വെള്ളം ഒഴിക്കരുത്. എന്നിട്ട് അത് ഈ 15 ദിവസം എന്ന് വെച്ചാൽ ഇത് കാഞ്ഞ് കിളിക്കണം. ആ കാഞ്ഞ് കിളിക്കുമ്പോഴേ ഈ കിളിപ്പിന് നല്ല ശക്തി ഉണ്ടാകും. ഓക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയുള്ള സംഗതി. ഇത്രയുള്ള സംഭവം. പിന്നെ ഇനി കിളിച്ച് കൂമ്പിങ്ങോട്ടായി വരുമ്പോൾ കൂമ്പിങ്ങനെ സൂചി വരുമല്ലോ. വരുന്ന സമയത്ത് ഇവിടെ ഇതിന് ഇട കിളക്കണം. ചെറുതായിട്ടൊന്നും താത്ത് കിളക്കണം. വേണ്ട, ചെറുതായിട്ട് കളക്കണം. കളച്ചിട്ട് ഈ ഇവിടെ ഇങ്ങനെ ഇച്ചിരി പിണ്ണാക്ക് പൊടി ശകലിച്ച് ഇച്ചിരി പിണ്ണാക്ക് പൊടി. അത് എത്ര മാസം? കൂമ്പ് ഇങ്ങോട്ട് കൂമ്പ് വരുന്ന സമയത്ത് വരുന്ന സമയത്ത് കൂമ്പ് വരുമ്പം വേര് 4 വഴിക്കോട്ടും വരുവാന്നുള്ളത്. വേര് പോകാതെ ശകലിച്ച പിണ്ണാക്ക് ഇട്ട് കൊടുക്കണം. അത് കഴിയുന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ പറയാം. ആയിക്കോട്ടെ. എത്ര മാസം കഴിയുമ്പോഴാണ് നമ്മൾ ചേന വിളവെടുക്കുന്നത്? 7 മാസം. 7 മാസം അല്ലേ? അപ്പോൾ ഒരു കാര്യം ചെയ്യാം. നമ്മുടെ ജാതി കണ്ടല്ലോ ശശിച്ചേട്ടാ, അതിൻ്റെ ഇതല്ലേ ഒരെണ്ണത്തെ തന്നെ 3 ഈ 3-ൽ ഒരെണ്ണം നല്ല ശക്തിയുള്ള ഒരെണ്ണം നിർത്തുക. എൻ്റെ സെൻറ്റർ ഭാഗത്തുള്ള നിർത്തുക. ബാക്കി അങ്ങ് കളയണം. ബാക്കി കണ്ണു മതി. ഓക്കെ. ഇതാണ് കണ്ടോ? ഓക്കെ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ സൂഡോമോണാസിലൊന്ന് മുക്കി വെച്ചാൽ അത്രയും നല്ലത്. അത് എത്ര നേരം വെക്കണം? ഒരു മുക്കിഞ്ഞെടുത്താൽ മതി. എന്നിട്ട് ആ വെള്ളമൊക്കെ പറ്റി കഴിയുമ്പോൾ എടുത്ത് ഒരു ദിവസം കഴിയുമ്പോഴത്തേക്ക് കുഴിച്ച് വെക്കാം. ഉണങ്ങരുത് ചേന. ചേന ഉണങ്ങരുത്. ചാണകത്തിൽ മുക്കിയാലോ? ചാണകത്തിൽ മുക്കിയാലും വെയിലത്ത് വെക്കരുത്. തണലത്ത് വെച്ച് തോർക്കണം അല്ലേ? തോർത്തി നട്ടാൽ മതി. ഈ ഒരു കണ്ണുണ്ട്. ഓക്കെ.